ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാരതത്തിലെ ഏറ്റവും വലിയ വീടിന് എൻ്റെ ഉടമയിട്ടിരിക്കുന്ന പേര് ആൻറ്റില്ല എന്ന്. 27 നിലകളുണ്ട്. ചേരികൾക്ക് പേര് കേട്ട അന്ധേരിയിലാണ് അത് പണിതിരിക്കുന്നത്, ബോംബെയിൽ. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഉടമ അതിനകത്ത് പാർക്കൊന്നുമില്ല. എന്താണ് ഈ വീട്ടുപേരിൻ്റെ പൊരുളെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഭാരപ്പെടുത്തുന്ന ഒരു വിവരമുണ്ട്. ഒരു തുരുത്തിൻ്റെ പേരാണത്. കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പെയിനിൽ മതപീഡനം നടക്കുമ്പോൾ അവിടെ നിന്ന് അഭയാർത്ഥികളെ കണക്ക് രക്ഷപ്പെട്ട ഒരു സംഘം മനുഷ്യർ ഈ ദ്വീപിലെത്തുകയും തങ്ങൾക്ക് വേണ്ടാത്ത, തങ്ങളെ വേണ്ടാതായ ആ മാതൃരാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള താല്പര്യമില്ലെന്ന എൻ്റെ ശരീരഭാഷ കണക്ക് സഞ്ചരിച്ച യാനപാത്രങ്ങളെ കടലിൽ കത്തിച്ച് കളയുകയും ചെയ്തു. അങ്ങനെ അവർ അക്ഷരാർത്ഥത്തിൽ ഒറ്റത്തുരുത്തായി മാറി. വേണമെങ്കിൽ ഈ പേര് ഏതൊരു വീടിനും വഴങ്ങും. കാരണം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ ഇങ്ങനെ ഒറ്റത്തുരുത്തായിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരും ഇങ്ങനെ ദ്വീപുകളായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുക. വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ ആരും അതിനകത്തുനിന്ന് അധികം മാറി നടക്കുന്നില്ല. ലോകത്തിന് വേണ്ടി സ്വപ്നം കാണുക, ഭൂമിയെ ചേർത്ത് പിടിക്കുക, ഭൂമിക്ക് മീതെ പച്ചപ്പുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഭൂമിയിലെ മനുഷ്യരുടെ ഈർപ്പം നിലനിർത്തുക തുടങ്ങിയ പദങ്ങളൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു, ക്ലീശയായിരിക്കുന്നു. ആർക്കും അതിനോട് താല്പര്യമില്ല. പക്ഷേ ഇത്തരം സങ്കല്പങ്ങളില്ലാതെ വേദപുസ്തകത്തിനോ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനോ ആത്മീയതയ്ക്ക് മുമ്പോട്ട് പോകുക തരമില്ല. അല്ല, വേദപുസ്തകം ഈ ഭൂമി എന്ന് പറയുന്ന സ്വപ്നത്തിലാണ് അധിഷ്ഠിതം, ശേഷം പുതിയ നിയമം. അതുകൊണ്ടാണ് ആരംഭിക്കുന്നതിന് ഇങ്ങനെയാണ്: ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അതുകൊണ്ട് തൻ്റെ ഏകജാതനെ നൽകി. ത്രാസിൻ്റെ ഒരു തട്ടിൽ ഭൂമിയെയും മറ്റേ തട്ടിൽ മകനെയും വെച്ചിട്ട് ഭൂമിയിൽ നിന്ന് തട്ട് താണു കിടക്കുമെന്ന് പറഞ്ഞ് ആ ട്രസ്റ്റിലാണ്, ആ എംഫസിസിലാണ് പുതിയ ആരംഭിക്കുന്നത്. പിന്നെ പറഞ്ഞതൊക്കെ ലോകത്തിന് വേണ്ടിയുള്ള വർത്തമാനങ്ങളാണ്. ഒരു ചെറിയ ദേശത്തിന് വേണ്ടിയോ ഒരു ചെറിയ കാലത്തിന് വേണ്ടിയോ ചെറിയൊരു കടലോര ഗ്രാമത്തിന് വേണ്ടിയോ ഒന്നും ഉള്ളതായിരുന്നില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പൊളിമാവാകുന്നു. മലമുകളിൽ പണിത പട്ടണത്തെ ഒരാളുടെയും കാഴ്ചയെന്ന് മറക്കാനാവില്ല. നിങ്ങളുടെ വിളക്ക് കൊടുത്തി പറയുടെ മീതെ വെക്കുക തുടങ്ങിയതൊക്കെയുള്ള സൂചനകൾ ലോകവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഒടുവിൽ അത് തീരുന്നത് എങ്ങനെയാണ്? തീരുന്നത് ഭൂമിയുടെ അതിരുകളിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഓർക്കണം, ഭൂമിയുടെ അതിരുകളാണ്, ആ ചെറിയ ദേശത്തിൻ്റെ അതിരുകളല്ല. 153 മത്സ്യം കുരുങ്ങിയ ഒരു വലയൊക്കെ ആയിട്ട് ഒരു സങ്കല്പവുമായിട്ടാണ് സുവിശേഷം അവസാനിക്കുന്നത് പോലെ 153 മത്സ്യങ്ങൾ കുരുങ്ങുക എന്നൊക്കെ പറയുന്നത് ആ ലോകവുമായി ബന്ധപ്പെട്ടൊരു ഭാവന. കടലിൽ 153 തരം സ്പീഷീസ് ഉണ്ടായിരുന്നുള്ളതൊക്കെ ഒരു സങ്കല്പം. അങ്ങനെയെങ്കിൽ മുഴുവൻ ലോകത്തിൻ്റെയും പ്രതീകമായിരുന്നു ആ വല. അങ്ങനെ ലോകമെന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലാണ് സുവിശേഷത്തിൻ്റെ ഭ്രമണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിന് വേണ്ടി കിനാക്കൾ കണ്ടേ പറ്റും. അത്തരം കിനാക്കളിൽ നിന്നാണ് സന്യാസം എന്ന് പറയുന്ന ഭംഗിയുള്ള ഒരു ജീവിതക്രമം ആരംഭിച്ചത്. എൻ്റെ പൊടിപ്പ് അതിനകത്തു നിന്ന്, എൻ്റെ മൂലധനം അതാ. ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ആ ഭാരതീയർക്കായിരിക്കും. കാരണം എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ, എത്രയോ കാലം പഴക്കമുള്ള ഒരു വിചാരമായിരുന്നു ഈ ദേശ സന്യാസം. വീടും വിട്ട് ദേശം വിട്ടൊക്കെ മനുഷ്യർ വനങ്ങളുടെ ഉൾവനങ്ങളിലേക്ക് പോവുകയും അവിടെ വളരെ പരിമിതമായ വിഭവങ്ങളിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലരും വിചാരിച്ചു അവരിങ്ങനെ ലോകത്ത് ഉപേക്ഷിച്ച് പോയതാണെന്ന്. എന്നിട്ടോ അവരാകാശങ്ങളിലേക്ക് നോക്കി ഉരുവിടുന്ന ആ പ്രാർത്ഥനാ മന്ത്രം എന്തായിരുന്നു? ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിന് മംഗളം വരട്ടെ. അതിൽ കുറഞ്ഞ സങ്കല്പങ്ങളൊന്നുമില്ല, അതിൽ കുറഞ്ഞ പ്രാർത്ഥനകളൊന്നുമില്ല. അന്തിൽ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പേ ഈ ചെറിയ മനുഷ്യർ, ഈ കുറിയ മനുഷ്യരിങ്ങനെ ഭൂമിയുടെ അതിരുകളിലേക്ക് തിരിഞ്ഞിട്ട്, ഭൂമിക്ക് 8 അതിരുകളുണ്ടെന്നൊക്കെയാണ് സങ്കല്പം, അഷ്ടദിക്കെന്നുള്ളതാണ് സങ്കല്പം. ആ അഷ്ടദിക്കുകളിലേക്കും തിരിഞ്ഞിട്ട് നല്ലത് ഭവിക്കട്ടെ, നല്ലത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങുക. അതായിരുന്നു അവർ ഒരു ദിവസത്തെ അവസാനത്തെ കർമ്മം. അത്രയും ലോകത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ട്, ലോകത്തെ സ്വപ്നം കണ്ടതുകൊണ്ട് അവർ സന്യാസത്തിലേക്ക് തിരിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കത് ഭംഗിയായിട്ട് മനസ്സിലാവും. ഒരാളുടെ വലിയ സ്വപ്നത്തിൽ നിന്ന് ഉരുവിടുന്ന ഒരു ജീവിതക്രമത്തിൻ്റെ പേരാണ് സന്യാസം. എങ്ങനെയാണ് ആ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടതെന്നൊക്കെ ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഈ ദിനങ്ങളിൽ വിശേഷിച്ചും പുതിയ മാർപ്പാപ്പ ഈ വർഷത്തെ സന്യസ്തരുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, സമർപ്പണ വർഷമായിട്ട്. അതും സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്ന സന്യസ്തരുമായി ബന്ധപ്പെട്ടൊരു ഡിഗ്രിയുടെ
50ാം വാർഷികമാണിത്. അപ്പോൾ ആ ഒരു 50 വർഷങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാനും സ്വയം അപകീർത്തിക്കാനും ഒന്നുകൂടി തങ്ങളെ രാഗി മിനുക്കാനും അവർ വർത്തിക്കുന്ന സമൂഹത്തിലെ ചുറ്റുമുള്ള നമ്മളെ കണക്കുള്ള മനുഷ്യർക്ക് അവരെ കണ്ട് ആദരിക്കാനും ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ള വർഷമായിട്ടാണ് ഇതിൽ ഗണിക്കുന്നത്. ഫെബ്രുവരിയിൽ സമർപ്പണ തിരുനാളിൽ അന്നാണ് ഈ വർഷം തീരുന്നത്, അടുത്ത വർഷം 2016. അപ്പോൾ ഈ ഒരു വർഷത്തിൽ എങ്ങനെയാണ് ഈ സന്യാസക്രമമൊക്കെ ഇവിടെ രൂപപ്പെട്ടെന്നൊക്കെ ഓർത്താൽ നല്ലതാണ്. എല്ലാ മതപാരമ്പര്യങ്ങളിലും സംസ്കാരങ്ങളിലും സന്യാസത്തിൻ്റെ ഭംഗിയുള്ള വേർഷൻസ് ഉണ്ട്. അവരുടെ രീതിക്ക് ഇണങ്ങുന്ന അവരുടെ ദൈവസങ്കല്പങ്ങൾ നിരക്കുന്ന വിധത്തിൽ ക്രിസ്ത്യാനിറ്റി ഇത് ആരംഭിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷമാണ്. ആദ്യഘട്ടത്തിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു ക്രിസ്ത്യാനിറ്റി. ഒരു 3 നൂറ്റാണ്ടെങ്കിലും ഇത് അടിമകളുടെ മതമാണ്, കൂലിപ്പണിക്കാരുടെ മതമാണ്, മീൻപിടുത്തക്കാരുടെ മതമാണ്, ദരിദ്രരുടെ മതമാണ്. അത്തരം ആ പീഡാനുഭവങ്ങളുടെ കഥയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം തീരുകയാണ്. കാരണം റോം ക്രൈസ്തവൽക്കരിക്കപ്പെട്ടു. അത് നേട്ടമാണോ അതോ ഈ മതത്തിന് സംഭവിച്ച ഒരു വിഷമം പിടിച്ച ഘട്ടത്തിലേക്കുള്ള പ്രവേശനമാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ തർക്കം നിൽപ്പുണ്ട്. റോം ക്രൈസ്തവൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അത്രയും കൃത്യമായിട്ട് ഇതിനോട് താല്പര്യമില്ലാത്തവരും ഇത്തരം ആദർശങ്ങളോട് താല്പര്യമില്ലാത്ത മനുഷ്യരുമൊക്കെ ക്രിസ്തു നാമധാരികളായി മാറി എന്ന് കരുതുമ്പോൾ കുറച്ച് ഭാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഇത്രയും നൂറ്റാണ്ട് കാലത്തിനകത്ത് ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് കണക്കാക്കിയിരുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമായിട്ട് കണക്കാക്കിയിരുന്ന മാർട്ടേഴ്സ്, രക്തസാക്ഷികളുടെ ജീവിതമായിരുന്നു. തങ്ങൾ വിശ്വസിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി. ക്രിസ്തു എന്ന് പറയുമ്പോൾ മുതിർന്നവരെങ്കിലും മനസ്സിലാക്കാൻ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിലല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. ക്രിസ്തു റെപ്രസെന്റ് ചെയ്ത ചില മൂല്യങ്ങളുണ്ട്. നീതിബോധം, ഏകത, സമഭാവന, കരുണ, ആത്മബലി, ഇങ്ങനെ കുറേ അധികം മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടാവുന്ന ഒരു വാക്കിന്റെ പേരാ ക്രിസ്തു. അത്തരം മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അക്ഷരാർത്ഥത്തിൽ ചോര പൊടിഞ്ഞ മനുഷ്യരാണ്. എന്നാൽ അത്തരം നുഖങ്ങളോ അത്തരം നിയമങ്ങളോ ഒക്കെ ഇല്ലാതെ പോകുമ്പോൾ ആ മാട്ടിടം എന്ന് പറയുന്ന, രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് പ്രസക്തി ഇല്ലാതെയായി, ഇടമില്ലാതെ പോയെന്ന് പറയുന്നത് ശരി. അങ്ങനെയെങ്കിൽ പുതിയൊരു തരം രക്തസാക്ഷിത്വം രൂപപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭയുള്ള മനുഷ്യർക്കിടയിൽ, അന്വേഷണമുള്ള മനുഷ്യർക്കിടയിൽ ചില ധാരണകളൊക്കെ ഉണ്ടായി. അങ്ങനെ ആരംഭിച്ചതാണ് സന്യാസം എന്ന് പറയുന്ന ഒരു ചെറിയതരം ഒരു കണ്ടെത്തലുണ്ട്. അവരതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ ഈ സന്യാസത്തെ വിളിച്ചിരുന്ന വാക്ക് വൈറ്റ് മാർട്ടിടം എന്നാണ്. ധവള രക്തസാക്ഷിത്വം, ചോര പൊടിയാത്ത രക്തസാക്ഷിത്വം. നോക്കുമ്പോൾ ചോര പൊടിയുന്നില്ല. ഒന്നോർത്ത് കഴിഞ്ഞാൽ ചോര പൊടിയാത്ത രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? സ്നേഹം. സ്നേഹം കണക്ക് ചോര പൊടിയാത്ത ഏതെങ്കിലും രക്തസാക്ഷിത്വം ഉണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് തന്നെ അത് തന്നെ. വല്ലാതെ നുറുങ്ങുക, വല്ലാതെ ഭാരപ്പെടുക, വല്ലാതെ അലയുക. അപ്പോൾ ഇത്തരം ചില വിചാരങ്ങളിൽ നിന്നാണ് സന്യാസം ആരംഭിക്കുന്നത്. പ്രത്യേക ഘട്ടങ്ങളിൽ അതിന് മാർഗദർശികളായ മനുഷ്യരുണ്ടായി. പറയാവുന്ന കുറേ അധികം പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. സെന്റ് ആനി ഓഫ് ഡെസേർട്ടൊക്കെ നിശ്ചയമായിട്ടും പരാമർശിക്കപ്പെടേണ്ട ആൾക്കാരാണ്. ഏക്കർ കണക്ക് ഭൂവിടങ്ങളുണ്ടായിരുന്ന, ധനമുണ്ടായിരുന്നൊരു മനുഷ്യൻ. വേദപുസ്തകത്തിലെ ഒരു വരി ഈ മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുക. നീ പരിപൂർണ്ണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിഞ്ചെല്ലുക. തൻ്റെ സഹോദരിയുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വളരെ പരിമിതമായൊരു മൂലധനം വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ദരിദ്രർക്ക് വിട്ടിട്ട് ഈ മനുഷ്യൻ മരുഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പം അത്തരം ആ മരുഭൂമിയിലെ പിതാക്കന്മാരിൽ നിന്നൊക്കെയാണ് സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിതസരണി ക്രിസ്തീയ മതസംസ്കാരത്തിനകത്ത് പ്രബലപ്പെടുക. പിന്നീട് ബെനഡിക്റ്റ് വരുന്നു. അതാണ് ഇങ്ങനെ കുറേ അധികം. ഇത് 13ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് വരുന്നു. തൊട്ടു മുമ്പത്തെ നൂറ്റാണ്ടിൽ ജോൺ ബോസ്കോ വരുന്നു. ഓരോ കാലത്തിൻ്റെയും ചില പ്രത്യേക പരിഗണനകൾക്ക് നിരക്കുന്ന വിധത്തിൽ അതിന് റെസ്പോൺസ് നിലയില്ല. ലോകത്തിൻ്റെ ആകുലതകൾക്ക് റെസ്പോൺസ് നിലയിലാണ് പിന്നീട് ഇത് നിലനിൽക്കുന്നത്. നമ്മുടെ വർത്തമാന കാലത്തിലുമൊക്കെ അതിന് പൊടിപ്പുണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പം അങ്ങനെ ലോകത്തിന് വേണ്ടി കിനാവ് കണ്ട് സ്വന്തം രക്തസാക്ഷിത്വം സ്നേഹത്തിലൂടെ സംഭവിക്കുമെന്ന് കരുതിയ കുറേ പാവപ്പെട്ട നല്ല മനുഷ്യരുടെ ഓർമ്മയാണ് ക്രിസ്തീയ സരണിയിലെ സന്യാസം. 1-2 മാനദണ്ഡങ്ങൾ ഇതിലൊന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഒന്ന്, ഇങ്ങനെ ഒരു സമൂഹം നിലയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യനാണിത്. ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴും ഈ സന്യാസക്രമത്തിലേക്ക് വരുന്ന മനുഷ്യർക്ക് ഒരു സാമൂഹ്യമായ ഒരു പാരസ്പര്യമുണ്ട്, ഒരു അടിത്തറയുണ്ട്. ആ സമൂഹജീവിതം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടയാളം. പലപ്പോഴും പലരും വിചാരിക്കുന്നു സന്യാസത്തിലേക്ക് തിരിയുന്നൊരു വ്യക്തി തൻ്റെ വീട് ഉപേക്ഷിക്കാമെന്ന്. പക്ഷെ ആർക്ക് ആരുടെ വീട് ഉപേക്ഷിക്കാനാവും? ആമ തൻ്റെ വീട്
അതിനോടൊപ്പം കൊണ്ടുപോകുന്ന കുട്ടികൾ പറയുന്ന കടങ്കഥ കണക്ക്. കാരണം ആമയുടെ വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുതുകില. അത് കണക്ക് മനുഷ്യർ ഏത് ദേശത്ത് പോയാലും എവിടെ അലഞ്ഞാലും തങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങളിൽ ഒന്നായ വീടിനെ കൂടെ കൊണ്ടുപോകുന്നത്. കാരണം വീടെന്ന് പറയുന്നത് തന്നെ ഒരു ഭൗതിക സാഹചര്യമല്ല. ഒരാൾ കൊണ്ടു നടക്കുന്ന ആന്തരികമായ ഒരു ഓർമ്മയുടെ പേരാണ് വീട്. അതുകൊണ്ട് തന്നെ ആരും വീട് ഉപേക്ഷിക്കുന്നുമില്ല. പിന്നെ സംഭവിക്കുന്ന വീട് വിശാലമാവുക, വീടിൻ്റെ ഈ വശങ്ങൾ, ഭിത്തികൾ ഇങ്ങനെ വലുതാവുകയും മേൽക്കൂര ഉയരുകയും ചെയ്യുമ്പോൾ ആ സമസ്ത ലോകത്തിനും പ്രവേശിക്കാൻ തക്ക വിധം വലിപ്പം നിങ്ങൾക്കുണ്ടാവുന്നു. അതിനിടയിൽ പുതിയ ബന്ധങ്ങളുണ്ടാവുന്നു. കർമ്മബന്ധങ്ങളാണ് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ബന്ധം. രക്തബന്ധങ്ങളെക്കാൾ ഒരുപക്ഷെ ശ്രേഷ്ഠമാണെന്ന് ഞാൻ പറയും. കാരണം രക്തബന്ധങ്ങളെ നിശ്ചയിക്കുന്നത് നിങ്ങളല്ല. എന്തും നമ്മുടെ നിശ്ചയത്തിൻ്റെ കൂടി ഒരു പിൻബലം ഉണ്ടാകുമ്പോൾ ഓരോന്നിനും ഭംഗി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നയാളുടെ മകനായിട്ട് പിറക്കണമെന്നോ ഇന്നയാൾ നിങ്ങളുടെ പെങ്ങളാവണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ നിശ്ചയത്തിൻ്റെ ഭാഗമല്ല. എന്നാൽ നമ്മൾ ഈ വിശേഷിപ്പിക്കുന്ന ഈ കർമ്മബന്ധത്തിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ നിശ്ചയമുണ്ട്. ആ കർമ്മബന്ധത്തിൻ്റെ ഒക്കെ ഭംഗിയുള്ള അധ്യായം ആരംഭിക്കുന്ന കുരിശിൻ ചവിട്ടിൽ നിന്നുണ്ട്. 2 അപരിചിതരായ മനുഷ്യർ, ഒന്ന് അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന 2 മനുഷ്യർ, ഒന്ന് മേരിയും മറ്റൊന്ന് യോഹന്നാനുമാണ്. യേശു പറഞ്ഞു, അമ്മ ഇതിൻ്റെ മകൻ. മകനോട് പറഞ്ഞു, മകനെ ഇതിൻ്റെ അമ്മ. അങ്ങനെ പുതിയ ബന്ധം ഉണ്ടാവുക, ഉള്ളിൽ ഉദരത്തിൽ വഹിക്കാതെ പുത്രനാവുക, മുലയൂട്ടാത്ത സ്ത്രീ അമ്മയാവുക എന്നൊക്കെ പറയുന്നതിന് പുതിയ ഭംഗിയുള്ളൊരു ഇതുണ്ടാവുക, വേർഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം ഒരു ബന്ധമാണ്, അദൃശ്യ ബന്ധമാണ് ഈ സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു കാതലം. അതുകൊണ്ട് തന്നെ ആ ബന്ധം തങ്ങൾ ധരിക്കുന്ന ആ വസ്ത്രം ധരിക്കുന്ന മനുഷ്യരോട് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഡ്രസ് കോഡുകളൊക്കെ ഉണ്ട്. കാപ്പിറ്റൽസ് നിലയിൽ ഞങ്ങൾ ഈ തവിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ട്. റൊസേറിയൻസ് ഒരുപക്ഷെ കുറച്ചുകൂടി പർപ്പിൾ ലൈക്ക് വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുമാത്രം തരം വ്യത്യാസമുള്ള വേഷങ്ങളാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പറയുന്ന ആ ചെറിയ സമൂഹങ്ങളിൽ നിന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട അവർക്ക് വലിയൊരു പ്രതലം ഉണ്ടാവുന്നുണ്ട്. തന്നെ പിഞ്ചെല്ലാനായിട്ട് തയ്യാറാവുന്ന പീറ്ററൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യേശുവിനോട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങളുടെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ നാമത്തെ പ്രതി തങ്ങളുടെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് ബന്ധങ്ങൾ കിട്ടും. ഒരു 10-25 വർഷം ഈ ഒരു തവിട്ട് വസ്ത്രം അണിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഇതാണ്. വീടിനകത്ത് ഞങ്ങൾ 5 പേരായിരുന്നു. പക്ഷെ എന്തുമാത്രം സഹോദരന്മാരാണ് എനിക്കിപ്പോൾ, എന്തുമാത്രം പെങ്ങന്മാരാണ്. സ്വന്തം മക്കളെ കണക്ക്, മകനെ കണക്കൊക്കെ നമ്മൾ ഗണിക്കുന്ന എന്തുമാത്രം വയോധികരായ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അപ്പോൾ വലിയ ബന്ധങ്ങളുടെ ആഘോഷമായിട്ടാണ് ഈ സന്യാസം മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്യാസ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന പാളിച്ച. ചെറിയ ചെറിയ സന്യാസ ഗൃഹങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഭംഗിയില്ലാത്ത ചില ജീവിതക്രമങ്ങളൊക്കെ നമ്മൾ അലട്ടുന്ന ഇതാണ്. കാരണം വിശാലമായൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ട് മനുഷ്യരിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് ചെറിയ ചെറിയ വൈകാരികമായ പ്രതിസന്ധികളിലൊക്കെ പെട്ടിങ്ങനെ കുരുങ്ങി നിൽക്കുന്നത് ഭംഗിയുള്ള കാര്യമല്ല. പിന്നെ നിശ്ചയമായിട്ടും ആ ഒരു 3 വ്രതങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മറ്റൊരു അടിസ്ഥാന മാനദണ്ഡമാണ്. ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം. പറഞ്ഞ് കേട്ട് ഇതൊരു പഴകിയ മൂല്യമായിട്ട് അനുഭവപ്പെടാം. പക്ഷെ ഏതൊരു കാലത്തും പ്രസക്തമായ ഒരു ബദൽ ജീവിതശൈലിയുടെ പേരാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. കാരണം നടപ്പ് രീതികൾക്ക് നിരക്കുന്ന രീതിയിലല്ല ഈ വ്രതങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിനെ ക്രമീകരിച്ചിരിക്കുന്നതും. ഇത്തിരി ഒരു ബോധപൂർവമുള്ള പോഴത്തരമുണ്ട് ഈ വ്രതങ്ങൾക്ക് പിന്നില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ പുഴയിൽ നീന്തൽ പഠിച്ചിരുന്ന സമയത്ത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ പുഴയോടൊപ്പം നീന്തുക എന്നുള്ള. കുട്ടികളുടെ നിലയിൽ നമ്മളതൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ ആ പുഴയുടെ ഒഴുക്കിന് പറ്റുന്ന നിരക്കിൽ ഇങ്ങനെ വെറുതെ കൈ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നീന്തൽ പഠിക്കാൻ പറ്റും. പക്ഷെ അപൂർവം ചിലരെങ്കിലും ഈ ഒഴുക്കിനെതിരായിട്ട് നീന്തുന്നു. സ്വാഭാവികമായിട്ട് അവരെ കളിക്കൂട്ടുകാരാൽ അവരെപ്പോഴും പരിഹസിക്കപ്പെടുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, പുഴ ഒഴുക്കിനോടൊപ്പം നീന്തുക. പക്ഷെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്യപ്പനെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അതിബുദ്ധിമാന്മാരുടെ ഈ ഭൂമിയിൽ ചില പോഴം കുഞ്ഞുങ്ങൾ ഉണ്ടാവണമേ, ആമേൻ. അത്തരം ഒരു തരം പോഴത്തരതുണ്ട്. സമൂഹം ഇന്ന് വളരെ ഗൗരവമായിട്ട് കണക്കാക്കുന്ന ഒരു 3 കാര്യങ്ങൾ. 1 അധികാരം, 2 ധനം, പിന്നെ വലിയൊരളവിൽ മാറിയോ തിരിഞ്ഞോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ശരീരം, സെക്സ് എന്നൊക്കെ പറയുന്ന ചില മാനദണ്ഡങ്ങൾ. ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് കാണാൻ ശ്രമിക്കുക, ബോധപൂർവ്വം അതിനകത്ത് മാറി നടക്കുക എന്നുള്ളതിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ട ഏറ്റവും ഭംഗിയായ വാക്ക് ഓൾട്ടർനേറ്റീവ് കൾച്ചർ എന്നാണ്. എനിക്ക് അങ്ങനെയാണ് സന്യാസത്തെ ഇപ്പം മനസ്സിലാവുന്നതും അങ്ങനെ സന്യാസം അടയാളപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ഒരു ബദൽ സംസ്കാരം. കാരണം മനുഷ്യൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു കാളക്കുട്ടിയുണ്ട്. നമ്മുടെ കാലത്ത് മനുഷ്യൻ രൂപപ്പെടുത്തിയ കാളക്കുട്ടിക്ക്
നേരത്തെ പറഞ്ഞ കണക്ക് ഈ 3 പേരാവും. ഒന്നെങ്കിൽ പവർ, വെൽത്ത്, സെക്സ്. അതിന് ചുറ്റും ഇങ്ങനെ വല്ലാതെ മനുഷ്യൻ കുരുങ്ങി പോകുന്നുണ്ട്. അതിന് ചുറ്റുമാണ് സകലമാന പൂജയും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ലോകത്ത് ഇടമുണ്ടെന്നും വലിയ ഭൂമിക്ക് വേണ്ടി സ്വപ്നം കാണേണ്ടവര് ബോധപൂർവം മാറി നിൽക്കേണ്ട ചില ഘടകങ്ങൾ അതിനകത്തുണ്ടെന്നും ഒക്കെ ഒരു സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലെങ്കിലും സന്യാസത്തിന് ഒരുപക്ഷെ യേശുവിന്റെ 2ാം വരവോളം പ്രസക്തി ഉണ്ടാവും. അതിനകത്ത് പാളിച്ചകൾ സംഭവിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാരിദ്ര്യം വ്രതമാക്കിയെടുത്ത മനുഷ്യർ വലിയ ഗൃഹങ്ങളിൽ വസിക്കുകയും ചില പബ്ലിക്കായ ചില സ്കാൻഡലുകളിൽ ചില മനുഷ്യർ ചെന്ന് ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ ലോകത്ത് സംഭവിക്കുന്ന ഒത്തിരി പേരുടെ നന്മകൾക്ക് ഇടയിൽ സംഭവിക്കുന്ന ചെറിയ ഇടർച്ചകളായിട്ട് അതിനെ ഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യകരമായ രീതി. എന്തിൻ്റെയും ഭംഗിയുള്ള വശങ്ങളെ കാണാനും ആദരിക്കാനും പഠിക്കുന്നതാണ് ഒരുപക്ഷെ അവനവന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണ്? ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള ഓർമ്മപ്പെടുത്തല. ഒരാൾക്ക് ജീവിക്കാനായിട്ട് എന്തുമാത്രം കാര്യങ്ങൾ വേണം. ആകാശപ്പറവളെ നോക്കി പഠിക്കാനായിട്ടൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. ആകാശപ്പറവൾ പല പാഠങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നിറയെ കതിർമണികളുടെ പാടത്ത് ചെല്ലുമ്പോഴും ഇത് തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കതിർമണി മാത്രമേ എടുക്കൂ. ഒറ്റ കതിർമണി കൊണ്ട് ജീവിക്കാമെന്ന് ഭൂമിയോട് പറയാൻ പറ്റുന്നൊരു ബലം. അതാണ് ആദ്യം പരാമർശിക്കപ്പെട്ട ഈ വ്രതത്തിനകത്തുള്ളത്. രണ്ടാമതായിട്ട് ഇങ്ങനെ അനുസരണം. മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും അവരുടെ മുമ്പിൽ ഓരോരുത്തർ സബ്മിസീവ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് പേടി വരുന്നു. മനുഷ്യനിങ്ങനെ ഓരോരുത്തരുടെ മീതെ പുലർത്തുന്ന വല്ലാത്ത ധാർഷ്ട്യം. ഏറ്റവും അടുത്ത ഉദാഹരണത്തിനായിട്ട് ഞാൻ കേട്ടൊരു കാര്യം ഇതാണ്. ഒരു കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അയാളിങ്ങനെ ജഡ്ജിന്റെ റൂമിനകത്ത് പ്രവേശിച്ചിട്ട് ഫയൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ജഡ്ജി തിരികെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തൻ്റെ പുറകെ കാണാൻ വേണ്ടിയല്ല ഞാൻ ഇരിക്കുന്നത്, തിരിഞ്ഞിറക്കാൻ പറഞ്ഞു. ക്ഷേത്രങ്ങളിലൊക്കെ നമസ്കരിച്ചിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്നൊരു പോക്കുണ്ട്. ഇരിക്കുന്ന മനുഷ്യൻ സ്വയം വിചാരിക്കുന്നുണ്ടോ താൻ അന്തിക്കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന തന്നെ കണക്ക് തന്നെ ഔന്നത്യവും തന്നെ കണക്കിന് ആത്മാഭിമാനമുള്ള ഈ മനുഷ്യന്റെ ദൈവമാണെന്ന്? അങ്ങനെ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഭൂമിക്കകത്ത് ഈ ബോധപൂർവം ഇങ്ങനെ സബ്മിസീവായിട്ട് ജീവിക്കാനുള്ള ക്ഷണം. പിന്നെ ഒടുവിലായിട്ട് ശരീരത്തെ ഒരിക്കലും യേശു ഇങ്ങനെ അവഗണിച്ചിട്ടില്ല. ശരീരത്തിലായിരുന്നു യേശുവിന്റെ ആദ്യകാല പാഠങ്ങളും ഇപ്പോഴത്തെ നിലനിൽപ്പും ഒക്കെ. എന്താണ് കുർബാന എന്നൊക്കെ പറയുന്നത്? ശരീരം വാഴ്ത്തിയ കൂദാശയാണ് കുർബാന. എന്നിട്ടും ഈ ശരീരം എന്ന് പറയുന്ന വല്ലാത്ത അന്ധത കണക്ക് മനുഷ്യന് മാറുന്നുണ്ട്. കണ്ണിന് മീതെ കെട്ടിയ ഒരു തുവാല കണക്ക് ശരീരം അവശേഷിക്കുമ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റാത്തൊരു കാലത്തിനകത്ത് മനുഷ്യര് അർഹതയുള്ള ചില കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്നതിനകത്ത് എന്തൊരു ഭംഗിയുണ്ട്, എന്തൊരു പ്രൊഫറ്റിക്കായ ഒരു അടയാളമുണ്ട്, ഒരു കാവ്യഭംഗിയുണ്ട് അത്രയെങ്കിലും. കാരണം അത്രയും ഇങ്ങനെ ശരീരത്തിൽ മനുഷ്യൻ ഒബ്സസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. എന്താണ് ബ്രഹ്മചര്യം എന്നൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത് ആ സമരക്കാരി സ്ത്രീയും യേശുവിനിടയിലുള്ള സംഭാഷണത്തിനിടയിൽ നിന്ന് വരുന്നൊരു വിചാരമാണ്. അവളുടെ ഏറ്റവും വലിയ സങ്കടം ഇതായിരുന്നു. അവളുടെ ജീവിതത്തിൽ 5 പുരുഷന്മാരുണ്ട്. 5 പുരുഷന്മാരുണ്ടെന്നുള്ളതല്ല സങ്കടം, ഈ 5 പുരുഷന്മാർ ഒരേപോലെയാണ്. പൊതുവെ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പരാതി ഇതാണ്, തങ്ങൾ കണ്ടുമുട്ടുന്ന പുരുഷന്മാരൊക്കെ ഒരേപോലെ. ആദ്യം ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളോട്ട് ചെല്ലുമ്പോഴേക്കും മിക്കവാറും എല്ലാവരുടെയും ഒക്കെ താല്പര്യങ്ങളും ആഭിമുഖ്യങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുക. ഇതാണ് ലോകത്തുള്ള മിക്കവാറും സ്ത്രീകളുടെ സങ്കടം. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും കാക്കുന്നുണ്ട് 6ാമതൊരാളെ. എന്താണ് 6ാമതൊരാളുടെ പ്രത്യേകത? അയാളുടെ കൈവശം തൊട്ടിയോ ചരടോ ഇല്ല. തൊട്ടിയോ ചരടെന്നൊക്കെ പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ അടയാളം. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ഇടപെടലില്ലാതെ, ഇന്ദ്രിയങ്ങളുടെ മീഡിയം ഇല്ലാതെ നമ്മുടെ ലോകത്തിലേക്ക് സർഗാത്മകമായിട്ട് ഇടപെടാൻ തയ്യാറുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ലോകം കാത്തിരിക്കുന്നുണ്ട്. സമരക്കാരി സ്ത്രീ 6ാമത്തെ പുരുഷനെ കാക്കുന്ന കണക്ക്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇത് ഈ പരിപൂർണ സ്നേഹം എന്ന് പറയുന്ന ഒരു ഡിഗ്രിയുടെ 50ാം വാർഷികമാണ്. സന്യാസത്തിന്റെ കാതൽ ആ വാക്കിനകത്ത് പരിപൂർണ സ്നേഹം, പെർഫെക്റ്റ് ലവ്. നമ്മുടെ കാലത്തിൽ ഒരു ചെറിയ പെൺകുട്ടി, ലിസ്യൂലെ തെരേസയാണിത്, ഒരു 20 വയസ്സിന് മീതെ കഷ്ടിച്ചുണ്ട്, രോഗബാധിതയാണ്. ആ പെൺകുട്ടി സന്യാസത്തെ ഡിഫൈൻ ചെയ്ത കണക്ക് ലോകത്ത് ഒരു മനുഷ്യന് സന്യാസത്തെ ഇത്രയും ഭംഗിയായിട്ട് സംഗ്രഹിച്ചിട്ടില്ല. എന്താണ് ആ ചെറിയ പെൺകുട്ടി തൻ്റെ കുടിസുമുറിയിൽ ഇരുന്നെഴുതുന്നത്? മൈ വൊക്കേഷൻ ഈസ് ടു ലവ്. എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ഈ വർഷം സമർപ്പിതരായ മനുഷ്യരൊക്കെ ധ്യാനിക്കേണ്ട ഇത്രയേ ഉള്ളൂ. തങ്ങളുടെ ദൈവവിളിയിൽ മുമ്പോട്ട് പോയോ ഇല്ലെന്നറിയാനായിട്ട് ഒരൊറ്റ അപ്പാരറ്റ്സേ ഉള്ളൂ, ഒരൊറ്റ അളവുകളേ ഉള്ളൂ. അവരെന്തുമാത്രം സ്നേഹത്തിൽ മുമ്പോട്ട് പോയി. ഒടുവിൽ യോഹന്നാനെ കണക്കൊക്കെ അവസാന കാലങ്ങളിൽ യോഹന്നാനെ കുറിച്ചൊക്കെ പറയുന്നൊരു പാരമ്പര്യം ഇതാണ്. യോഹന്നാൻ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു, സഭ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു,
യേശു എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ലായിരുന്നു. അയാൾ ഉപയോഗിച്ചിരുന്ന ഏകപദം സ്നേഹമായിരുന്നു. എല്ലാ പദങ്ങളും മാഞ്ഞു പോകും, മറഞ്ഞു പോകണം. ഒരു അൽഷിമേഴ്സ് ഒക്കെ വരുമ്പോൾ ചില പദങ്ങൾ ചില നിലനിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ പദമാണ് അവരെല്ലാത്തിനും ഉപയോഗിക്കുക. ചിലപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും വാർദ്ധക്യങ്ങളിൽ അവരെ കാത്തിരിപ്പുണ്ടെങ്കിൽ ദൈവം നമുക്കൊരു ചോയ്സ് തരിക. എൻ്റെ സമർപ്പിതരെ സ്നേഹപൂർവ്വം ചലഞ്ച് ചെയ്യുക. ദൈവം നമുക്കൊരു ചോയ്സ് തരിക. എന്നിട്ട് പറയുകയാണ്, കുത്തഴിഞ്ഞ പദങ്ങൾ കണക്ക് നിറയെ വാക്കുകൾ ചിതറിക്കിടക്കുന്ന, കുത്തഴിഞ്ഞ നിഘണ്ടു കണക്ക് നിറയെ പദങ്ങൾ ചിതറിക്കിടക്കുന്ന ഈ വലിയ ഭൂമിയിൽ നീ ഒരേ ഒരു വാക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ പാത്മസ് ദ്വീപിലെ യോഹന്നാനെ കണക്ക് ഞാൻ വിവേകിയാകും. ഞാൻ പറയും, ഒരൊറ്റ വാക്ക് മതി, സ്നേഹം. അപ്പോഴാണ് 50 വർഷം പഴക്കമുള്ള ചാക്രികലകത്തിൻ്റെ അർത്ഥം ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാംസം ധരിക്കുക. സ്നേഹത്തിൻ്റെ പൂർണ്ണത, സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ്. അതിൽ ചെറിയ സ്വപ്നങ്ങളിൽ പെട്ടുപോകുന്നതുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസ ജീവിതത്തിന് ഇത്രയും സാന്ദ്രത കുറവ്, ലോ ഡെൻസിറ്റി. ഒരു വട്ടം